ഓഫാത്. ഓ ജസ്റ്റ് മിസ്. അവന്മാർ വാശിയാന്ന് തോന്നുന്നു. ഹായ് ഓൾ, അപ്പോൾ വീണ്ടും കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടാണുള്ളത്. ഏകദേശം 1 മണിക്കൂറോളം കൊച്ചിയിൽ നിന്ന് സഞ്ചരിച്ചിപ്പം തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം തൃശ്ശൂർ ടൗൺ വിട്ട് കഴിഞ്ഞ ശേഷമുള്ള ഒരാദ്യത്തെ റോഡാണ്. ഈ റോഡൊക്കെ പണ്ടൊക്കെ നല്ല പൊട്ടിപ്പൊളിഞ്ഞിട്ടേ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നാലൂര് അങ്ങനെ രാവിലെ ഏകദേശം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കുറ്റിപ്പുറത്താൻ 2 കിലോമീറ്റർ, അതായത് നമ്മൾ തൃശ്ശൂർ കഴിയാൻ പോകുന്നു. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് 2 ജില്ല കഴിയും. അതായത് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ എത്താൻ 1 മണിക്കൂർ, തൃശ്ശൂർ ടു മലപ്പുറം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെത്താൻ 1 മണിക്കൂർ. ഇനിയിപ്പോൾ നേരെ നാഷണൽ ഹൈവേയിലോട്ട് നമ്മൾ കയറാൻ പോകുന്നു. അപ്പോൾ മലപ്പുറം കോഴിക്കോട് ഏകദേശം എല്ലാം വർക്ക് കഴിഞ്ഞതുകൊണ്ട് നമുക്കിനി വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് എത്താൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ കുറേ സ്ഥലത്ത് വർക്ക് കഴിയാനില്ല, അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. ഞാൻ പെട്രോള് ഫുൾ ടൈം അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആലുവയിൽ നിന്ന് ഫുൾ ടൈം അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പെട്രോൾ അടിച്ചത്. ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1000-ത്തിനടുത്ത് അടുത്ത് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു ഏകദേശം 1000. പൊന്നാനി ലെഫ്റ്റ്, കോഴിക്കോട് റൈറ്റ്. ഇപ്പോൾ നാഷണൽ ഹൈവേയിലോട്ട് കയറാൻ പോകുന്നു. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആണോ അപ്പോൾ ഈ ലെഫ്റ്റ് ആണോ ഒരു കൺഫ്യൂഷൻ. നമ്മൾ ലെഫ്റ്റ് എടുത്തു, അപ്പോൾ ഇത് തന്നെയാണ് ഇനി കറക്റ്റ്. ഇനിയിപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്താലേ നമുക്കിനി നാഷണൽ ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ ബോർഡുണ്ട്, പക്ഷേ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് കയറേണ്ടത് എന്നല്ല. ഇപ്പോൾ കുറ്റിപ്പുറം പഴയ പാലം, ലെഫ്റ്റ് സൈഡിൽ പുതിയ പാലമുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. ഇതിങ്ങനെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, എന്താ മനസ്സിലാവുന്നില്ല. ഈ റൈറ്റ് സൈഡിലൂടെ കയറാനാണെങ്കിൽ വണ്ടിയൊക്കെ വരുന്ന കാണുന്നുണ്ട്, പക്ഷെ അത് ചെറിയ വഴിയാണ്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റുമോ അറിയില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഷോർട്ട് കട്ട് എടുത്ത് ഏതോ ഒരു വഴി എത്തി. അവസാനം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നെത്തി. തിരിച്ച് അവിടുന്ന് പോകുന്നു. അപ്പം ഞാനെന്തായാലും നേരത്തെ കണ്ട ആ വഴിയിലൂടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. വേറെ ഇനിയിപ്പോൾ നാഷണൽ ഹൈവേയിലോട്ട് കയറാനുള്ള വഴിയൊന്നും കാണുന്നു. ശരിക്കും കയറുന്ന വഴിയല്ല, നാഷണൽ ഹൈവേയിൽ നിന്ന് ഇറങ്ങി വരേണ്ട വഴി. വഴി കാണാത്തതുകൊണ്ട് കയറി പോകുന്നു. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ വരും.
അവസാനം ഒരു വഴി കയറി. ഇത് ഏത് വഴിയാണ് കയറേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പം വന്ന വഴി വൺ വേ പോലെ ഉണ്ട്, ചെറിയൊരു സ്ഥലമേ ഉള്ളൂ. വണ്ടി ഇല്ലാത്തതുകൊണ്ട് അതിലേ കയറി വന്നതാണ്. കുറേ അവിടെ ചുറ്റി കറങ്ങി വന്നു. ഈ കുറ്റിപ്പുറം ഭാഗത്ത് ഇനിയും വർക്ക് കഴിഞ്ഞില്ല. ബ്രിഡ്ജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, അതായിരിക്കാം. ലെഫ്റ്റ് സൈഡിൽ ഇപ്പം വർക്ക് കിടക്കുന്നുണ്ട്. കണ്ണൂർ 158, കോഴിക്കോട് 70. ഈ ഒരു ഇതുകൂടെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നല്ല ഹൈവേ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കറൻ്റ് എന്തായാലും ബൈക്കിന് റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുവിധം സ്പീഡിൽ പോകാമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ലിമിറ്റ് ഇവിടെ കണ്ടത് 80 ആണ്. ഇവിടെ സ്പീഡ് ക്യാമറ ഒക്കെ സ്റ്റാർട്ട് ആയോ എന്ന് വലിയ ഉറപ്പില്ല. അതായത് നമുക്കൊരു 80-100 വെച്ചിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. 80ക്ക് താഴെ പോയാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നിർത്താൻ ചാൻസ്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം വളാഞ്ചേരിയാണ്. അങ്ങനെ ഏകദേശം സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന ഒരു സമയമായി. രാവിലെ തന്നെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ കുറവാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ അങ്ങ് റൈഡ് ചെയ്ത് പോകാം. കാരണം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു ലൈൻ പിടിച്ച് അങ്ങ് പോവാം. കോഴിക്കോട് ഒരു 7:30 ആകുമ്പോഴെങ്കിലും എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കോഴിക്കോട് എത്തിയിട്ട് വേണം രാവിലെ ഇനി എന്തെങ്കിലും കഴിക്കാൻ. സ്പീഡ് ലിമിറ്റ് ഒരു 100 വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 100 വെച്ചിട്ട് പോയാലും എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയത്ത് എന്തായാലും എത്താൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഈ മലബാർ ഏരിയയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3:30 ഒരു 4 മണിക്കെങ്കിലും ഇറങ്ങാൻ പോകും. കാരണം ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അല്ലാതെ രാവിലെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 8, 9, 10 മണിക്കൂർ എടുക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ 5 മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം 350 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. രാവിലെ തന്നെ ആയതുകൊണ്ട് എത്ര രസമല്ലേ. അപ്പോൾ സ്പീഡ് ലൈനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫാസ്റ്റാഗിൻ്റെ കുറേ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ടോള് എത്താൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ട്രിപ്പ് ഞാൻ ബൈക്കിൽ വരാൻ ഒരു കാരണമുണ്ട്. ഞാൻ ശരിക്കും ഏകദേശം 1 മാസം മുന്നേ തന്നെ ട്രെയിൻ ബുക്ക് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ആ ട്രെയിൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നാട്ടോട്ട് ബൈക്കിൽ പോകുന്നത്. മാക്സിമം നാഷണൽ ഹൈവേയിലോട്ട് പോകുമ്പോൾ നമ്മൾ റൂൾസൊക്കെ പാലിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അതായത് നമ്മൾ സ്പീഡ് ലൈനിലൂടെ മാത്രമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3rd ലൈൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊന്ന് സ്ലോ ആണ് പോകുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലൈൻ ഉപയോഗിക്കും. അതുപോലെ നമ്മൾ ലൈൻ മാറുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് മിറേഴ്സ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യൂ. സമയം ഏകദേശം 6:30 ആകാൻ പോകുന്നു. ഇപ്പോൾ പുത്തനത്താണി എത്തി. ഏകദേശം 4 മണിക്കായിരുന്നു ഉച്ചന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പുത്തനത്താണി എത്തി. മലപ്പുറത്തേക്ക് 21 കിലോമീറ്റർ. കോട്ടക്കലേക്ക് 7 കിലോമീറ്റർ.
അങ്ങനെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത്. നല്ല വിശപ്പുണ്ട്, പക്ഷേ ഓപ്പൺ ചെയ്ത ഹോട്ടലൊന്നും കണ്ടില്ല. ഏകദേശം പൂക്കിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് ഊരിയാടുണ്ട്. അതായത് കുറച്ച് മുന്നേ ഒക്കെ ഒരു പാലം പൊളിഞ്ഞൊരു ഏരിയ ഇല്ലേ, അവിടെ ഇപ്പം കംപ്ലീറ്റ് ആയോ എന്ന് അറിയാൻ പറ്റില്ല, പോകുമ്പോൾ കാണാം. അടുത്ത ഈ ഊരിയാട് എന്ന് പറഞ്ഞത് തിരൂരങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. തകർന്ന പോലെ ഇത് വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി തോന്നുന്നു. ഒരു മാസത്തിനുള്ളിൽ കഴിയുമെന്ന് വിചാരിക്കുന്നു. ആ കൂരിയാട് പാലത്തിൻ്റെ കൂടെ കഴിഞ്ഞാൽ മലപ്പുറം പിന്നെ ഏകദേശം ഫുൾ കംപ്ലീറ്റ് ആവും. ഈ കൂരിയാട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഏകദേശം മലപ്പുറം ജില്ല കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിപ്പം കോഴിക്കോട് ജില്ലയിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ മലബാർ ഏരിയയിൽ വരുന്നവർക്ക് ഉള്ള അവസ്ഥ അറിയാം, എങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന റോഡുകൾ. നല്ല ചെറിയ റോഡുകളായിരുന്നു ഈ നാഷണൽ ഹൈവേ ഒക്കെ. അത്ര പെട്ടെന്ന് ഇപ്പം മലപ്പുറം കഴിയാറായത്. ഒന്ന് 7:30 ഒന്നും വേണ്ട, 7:30 മുന്നേ തന്നെ കോഴിക്കോട് എത്തും. ഒരു 7:15 കോഴിക്കോട് എത്തും. അങ്ങനെ പന്തീരാങ്കാവ് ടോൾ പ്ലാസ എത്താറായി. ഇതാണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ടോൾ പ്ലാസ ഇല്ലേ, കേരളത്തിൻ്റെ ഒരു തനിമയുള്ള ഒരു ലുക്ക് വെച്ചിട്ട്. ഇതൊരു ഇടിഞ്ഞ ഭാഗമുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അപ്പാർട്ട്മെൻറ്റ്. അത് പോകാതെ ജസ്റ്റ് മിസ്. അവര് വാശിയാന്ന് തോന്നുന്നു. ഏകദേശം 7:20 അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ലെഫ്റ്റിന് എടുക്കാൻ പോവാണ്. ഇനി സർവീസ് റോഡിലോട്ട് കയറാൻ പോവാം. ഈ പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയില്ല. കൈയൊക്കെ അത്യാവശ്യം നല്ല വേദന എടുക്കാൻ തുടങ്ങി. ഈ ഒരു ബ്രിഡ്ജ് എനിക്കൊന്ന് പുതിയ ഈ അടുത്ത് സെറ്റാക്കിയതാണ്. കാരണം ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല.
അത്യാവശ്യം അവിടെ കുറച്ച് വർക്ക് നടക്കാനുണ്ട്, കുറച്ച് ഹമ്പുണ്ടായി. തുടങ്ങി ബ്ലോക്ക് തുടങ്ങി. സമയം ഏകദേശം 7:25. ഏത് മണ്ഡലം? കൊയിലാണ്ടിയോ? ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയോ എന്നറിയില്ല. അതാ പിന്നെ സർവീസ് ഓടിച്ചത് അതിൽ പോവായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം കൊയിലാണ്ടി എത്തി. 7:30 ആയപ്പോൾ തന്നെ കൊയിലാണ്ടി എത്തി. നല്ല പൊടി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും നോക്കാണ്ട് ഒരേ പോപ്പാ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഏരിയയിലൊക്കെ നല്ല റോഡ്, ഈ സർവീസ് റോഡ് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല. ഫുൾ കുണ്ടും കൊഴിയും പൊടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. അന്ന് ഞാൻ ഈ ബസ് സ്റ്റാൻഡ് കണ്ട്, ഈ വടകര ബസ് സ്റ്റാൻഡ് കണ്ട് പറഞ്ഞത് ഓർക്കുന്നു കുറേ. നല്ല വിശപ്പുണ്ട്. ഞാനൊരു ഹോട്ടൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വെജ് ഹോട്ടൽ. അറൗണ്ട് 1.4 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പൊടി ഇതൊക്കെ ഇപ്പം തുറന്നു കൊടുത്താന്ന് തോന്നുന്നു. ഈ ഒരു ബ്രിഡ്ജൊക്കെ നേരത്തെ ഇതുണ്ടായിരുന്നില്ല. നേരത്തെയൊക്കെ സർവീസ് റോഡ് വഴിയായിരുന്നു പോയത്. പിന്നെ സർവീസ് റോഡ് കയറാൻ തുടങ്ങി. പകുതി വരെയുള്ളൂ, പറ്റിച്ചു. ഇതെന്താ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഒരു ബോർഡും കാണുന്നില്ല. ഇവിടെ സ്ഥലം നോക്കാം. മറ്റേത് ബസ് സ്റ്റാൻഡിലോട്ടുള്ള വഴിയാണ്. അതേപോലെ തന്നെയുണ്ട്. അതായത് ഏകദേശം 4-5 മാസമായി തോന്നുന്നു ഞാൻ ഇതുവഴി വന്നിട്ട്. ഏകദേശം അതേപോലത്തെ ഉണ്ട് തന്നെയുണ്ട്. വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ മാറ്റം ഉണ്ടെന്ന് പറയാം. വൈബിൻ്റെ ബസ്. ഇതാണ്
ഇനിയിപ്പം മാഹി എത്തണം ഒരു നല്ല റോഡ് കിട്ടാൻ. സൗണ്ട് കേട്ടോ. ടിക്കറ്റിലും പാലം വരാവുന്നുണ്ടല്ലോ. ഇപ്പോൾ എൻട്രി കാണുന്നില്ല, എന്തോ ഒരു ആവശ്യത്തിനായിട്ട് അടച്ചിട്ടിട്ടാണെന്ന് തോന്നുന്നു. അവിടെ അടച്ചിട്ടിട്ടാണെന്നില്ല. ഈശ്വര, എനിക്ക് പോയി പോകണം. നമ്മളിപ്പോൾ ഏകദേശം എടുത്തി, തലശ്ശേരി എത്തിയല്ല, മട്ടാമ്പ്രം തലശ്ശേരി എത്തിയിട്ടുണ്ട്. തലശ്ശേരിയാണ് ഞാൻ ഒരു കഴിക്കാൻ വേണ്ടി സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പം ധർമ്മടത്താണ് ഉള്ളത്. എനിക്കേതായാലും വീട്ടിൽ കയറാം. ഒരു സൈഡിലൊരു തട്ടട കണ്ടു, പെട്ടെന്ന് തന്നെ കയറി കഴിച്ചു. ഞാൻ പോകുമ്പോൾ അത്ര തിരക്കില്ലായിരുന്നു, പിന്നെ തിരക്ക് കൂടി, അവിടെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും. പെട്രോൾ ഏകദേശം പകുതി കഴിഞ്ഞു, പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു. അധികം കിലോമീറ്റർ ഇല്ല, 36 കിലോമീറ്ററേ ഉള്ളൂ. 9 മണിയായി, 10 മണിക്കുള്ളിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. അടുത്തതിന് മുഴപ്പിലങ്ങാടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം കണ്ണൂർ എത്താറായി. കണ്ണൂരിൽ നിന്നും പിന്നെ നമുക്ക് പോകാനുണ്ട്. ഈ ചായ കുടിച്ചതും കുറച്ച് റെസ്റ്റ് എടുത്ത ഒരു 3/4 മണിക്കൂർ ഒഴിവാക്കിയാൽ 8:15 4 മണിക്കൂർ 4.25 മണിക്കൂർ കൊണ്ട് നമ്മൾ കണ്ണൂരിന് അടുത്തെത്താറായി. കണ്ണൂർ ജില്ല എത്തി, പക്ഷെ മെയിൻ കണ്ണൂർ എത്തിയില്ല. ഏകദേശം ഒരു 5 മണിക്കൂർ കൊണ്ടൊക്കെ 300 കിലോമീറ്റർ കവർ ചെയ്യാം ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനിയിപ്പോൾ ഹൈവേ ഫുള്ളായാൽ എനിക്ക് തോന്നുന്ന ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക്. നമ്മളിപ്പോൾ ഏകദേശം കണ്ണൂർ താഴ്ചൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ താഴ്ചൊവ്വ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇടയിൽ ഞാൻ ചാർജ് ചെയ്യാനും നിൽക്കും, അത്യാവശ്യം ചാർജ് ആയിട്ടുണ്ട്. നമുക്ക് അധികം ദൂരമൊന്നുമില്ല, ഇനിയിപ്പോൾ ഒരു പെട്ടെന്ന് എത്തും, ഒരു 10-45 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇരുപത്തഞ്ച് 30 കിലോമീറ്റർ ഇനിയുണ്ട്. 30 കിലോമീറ്റർ ഒരു റോഡ് വെച്ച് ഒരു 1.25 മണിക്കൂർ എന്തായാലും എടുക്കും. 9:15 10:15 10:30 ആകുമ്പോൾ എത്തുമായിരിക്കും.
അപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു 5-5.5 മണിക്കൂറുണ്ട്, 5 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് കണ്ണൂർ എത്താൻ പറ്റും ഒറ്റ സ്റ്റേഷൻ. അത്രയും ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കണ്ണൂർ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.